ആലോചിച്ച് നോക്കുങ്ങള് 31 വാള്യത്തിൽ കോടമ്പുഴ ഉസ്താദ് ഉണ്ടാക്കിയ തൈസീറുൽ ജലാലൈനി എന്ന ഖുർആൻ വ്യാഖ്യാന അറബി ഗ്രന്ഥം വായിച്ചു തീർക്കാൻ നമുക്ക് എത്ര സമയം ആവശ്യമായി വരും? എത്ര സമയം ആവശ്യമായി വരും? ഇത് മാത്രാണോ? 100-ലധികം അറബി ഗ്രന്ഥങ്ങളും ഉണ്ട്, മലയാള ഗ്രന്ഥങ്ങളും ഉണ്ട്. വിവിധ വിഷയങ്ങളിൽ ചരിത്രം എഴുതല്ലോ. ക്ലോണിങ്ങിനെ കുറിച്ച് എത്ര പഠിക്കണം? ക്ലോണിങ്ങിനെ കുറിച്ചുള്ള പുസ്തകത്തിൽ എത്ര പഠിക്കണം? അപ്രകാരം ഈ ജിനോം പ്രൊജക്റ്റിനെ കുറിച്ച് എത്ര പഠിക്കണം? എങ്ങനെയാണ് ധ്രുവങ്ങളിലും സ്പേസിലും നിസ്കരിക്കേണ്ടതെന്ന് എത്ര പഠിക്കണം? നിസ്കാരം വിഷമഘട്ടങ്ങളിൽ എന്ന് പറയുന്ന പുസ്തകം മലയാളത്തിൽ നമുക്ക് ലഭ്യമാണ്. എങ്ങനെയാണ് സ്പേസിൽ പോയാൽ നിസ്കരിക്കുക, എങ്ങനെയാണ് നമ്മൾ ധ്രുവപ്രദേശങ്ങളിൽ പോയാൽ നിസ്കരിക്കുക, എങ്ങനെയാണ് നമ്മൾ ഓസ്ലോയിലെത്തിയാൽ, നോർവേയുടെ തലസ്ഥാനം ഓസ്ലോയിലെത്തിയാൽ നിസ്കരിക്കുക. അവിടെ 6 മാസം പകലായിരിക്കും, 6 മാസം രാത്രിയായിരിക്കും. ഇതിനെക്കുറിച്ച് വ്യക്തമായി വിശദീകരിക്കണമെങ്കിൽ ഏതൊക്കെ സംവിധാനങ്ങൾ പഠിക്കണം? എന്താ സ്പേസും അവിടുത്തെ സംവിധാനങ്ങളും പഠിക്കണ്ടേ? അതിനൊക്കെ എത്ര ടൈം ആവശ്യമാകും? ചരിത്രം എഴുതല്ല. ചരിത്രം എഴുതുകയാണെങ്കിൽ നമുക്ക് കുറെ ഇങ്ങനെ അങ്ങനെ പകർത്തി നമ്മുടെ വാക്കും നമ്മുടെ ഭാഷയൊക്കെ അനുസരിച്ച് അങ്ങനെ ചെയ്തു വിട്ടാൽ മതിയല്ലോ. ഉടമ്പസ്ഥ ചരിത്രം എഴുതുന്നതും എങ്ങനെയാണ്? സയ്യിദുൽ ബഷർ എന്ന് പറഞ്ഞ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ചരിത്ര ഗ്രന്ഥമുണ്ട്. അതിനുവേണ്ടി മാത്രം 150 വലിയ ഗ്രന്ഥങ്ങൾ കോടമ്പുഴ ഉസ്താദ് പ്രിപ്പയർ